ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാഗിണിയും നിവിനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നാണക്കേട് സഹിച്ച് ജീവിക്കാൻ പറ്റില്ല. തങ്ങൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് സത്യപാലനും രാജേശ്വരിയും നിവിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിവിന്റെയും രാഗിണിയുടെയും വിവാഹ ദിവസം കാവേരിയും വീട്ടുകാരും തിരുവനന്തപുരത്തേക്ക് പോകാനായി തീരുമാനിക്കുന്നു. ചർച്ചിലെ ഫാദർ വിനീതിന് അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഫാദറിന്റെ കെയർ ഓഫിൽ വിനീതിനും ഗംഗയ്ക്കും തയ്യൽ ജോലി കിട്ടുകയാണ്. അവിടെ വെച്ച് തന്നെ നിളയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്താനാണ് അവരുടെ തീരുമാനം. ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഗംഗയും യമുനയും. വിഷമത്തോടുകൂടി യമുന പറയുന്നു, ഗംഗേച്ചി, എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ഇത് കേട്ട് ശാരദ പറയുകയാണ്, ഇവിടെ എന്തുണ്ടായിട്ട് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? രാധമ്മ പറയുകയാണ്, അരവിന്ദം പോയപ്പോഴേ നമ്മൾ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. അവനില്ല, പിന്നെന്തിനാ ഇവിടെ താമസിക്കുന്നത്? അച്ഛന്റെ ഫോട്ടോ എടുത്തില്ലേന്ന് ശാരദ ചോദിക്കുമ്പോൾ അവിടേക്ക് വരുന്ന വിനീത് പറയുകയാണ്, അമ്മായി അതെല്ലാം എടുത്തിട്ടുണ്ട്. യമുന പറയുന്നു, അയ്യോ കോളേജ് ബാഗ് എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ട് ഓടി വരാന്ന് പറഞ്ഞ് യമുന അകത്തേക്ക് പോകുമ്പോൾ ശാരദ പറയുകയാണ്, വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വീണ്ടും വീണ്ടും തിരിച്ചു കയറി പോകാതടി, ചെടിക്കൊക്കെ ആര് വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞ ശാരദ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന വിനീത് പറയുകയാണ്, ചെടി, നമ്മുടെ വീട്, എന്റെ കട എല്ലാം സലീമിക്ക നോക്കിക്കോളും. ഗംഗ ചോദിക്കുന്നു, കാവേരി എവിടെ? അപ്പൊ ശാരദ പറയണ, അകത്തുണ്ടായിരുന്നല്ലോ, അവള് നിളയുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഗംഗ ഉറക്കെ കാവേരിയെ വിളിക്കുമ്പോൾ നിള പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഗംഗ ചോദിക്കുന്നു, മോളെ കാവേരി എവിടെ? ചേച്ചി എവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് നിള പറയുമ്പോൾ ഗംഗ പറയണ, നമുക്ക് പോകാം, വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നിള ചോദിക്കുന്നു, നമ്മള് തിരിച്ച് ഇങ്ങോട്ട് വരില്ലേ? അരികിലേക്ക് വന്ന നിളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിനീത് പറയുന്നു, നമുക്ക് ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം, ഇവിടെ വരാതെ നമ്മൾ എങ്ങോട്ട് പോകാനാ? ഗംഗ ഉറക്കെ കാവേരി എന്ന് വിളിക്കുമ്പോൾ ബാഗും എടുത്ത് അവിടേക്ക് വരുന്ന യമുന പറയുകയാണ്, കാവേരി ചേച്ചി അകത്തില്ലല്ലോ, ഈ സമയത്ത് ഇവൾ എവിടെ പോയതാണെന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയണ, ഇവിടെ കാര്യം വലിയ കഷ്ടമാണല്ലോ. ശാരദ ചോദിക്കുന്നു, ഒരുപക്ഷെ ജയപാലനുമായി വഴക്കിന് പോയതായിരിക്കോ? അപ്പൊ വിനീത് പറയണ, ഇന്നല്ലേ അവിടുത്തെ കല്യാണം, ഉറപ്പായിട്ടും കാവേരി അങ്ങോട്ട് പോകില്ല. യമുന ചോദിക്കണ, ആ കല്യാണം മുടങ്ങിയില്ലേ? ആ കല്യാണം ഒന്നും നടക്കില്ല. ഇത് കേട്ട് ഗംഗ പറയണേ, ഇപ്പൊ അതാണ് പ്രധാനം, ആ കല്യാണം നടന്നാൽ എന്താ നടന്നില്ലെങ്കിൽ എന്താ? ശാരദ പറയണ, ആ കാവേരിയെ വിളിച്ച എവിടെയാണെന്ന് ചോദിക്ക്. വിളിക്കാന്ന് പറഞ്ഞ യമുന കാവേരിയുടെ ഫോണിലേക്ക് വിളിക്കാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് രാഗിണിയുടെയും നിവിന്റെയും വിവാഹത്തിനായി ഒരുങ്ങി സന്തോഷത്തോടുകൂടി മണ്ഡപത്തിൽ നിൽക്കുകയാണ് ജയപാലനും സത്യപാലനും പ്രവീണയും രാജേശ്വരിയും വിശാലും ആസിഫും എല്ലാം. വരനെ വിളിക്കാമെന്ന് പൂജാരി പറയുമ്പോൾ ജയപാലൻ പറയുകയാണ്, വിശാലെ, നീ പോയി നിവിനെ വിളിച്ചോണ്ട് വാ. അപ്പൊ സത്യപാലൻ പറയുന്നു, വേണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അങ്ങനെ സത്യപാലൻ അവിടെ നിന്ന് പോകുമ്പോൾ വിശാലിനെ വിളിച്ച് കണ്ണു കാണിക്കുകയാണ് ജയപാലൻ. വിശാലും സത്യപാലന്റെ പിന്നാലെ പോകുന്നു. തുടർന്ന് വളരെ വിഷമത്തോടുകൂടി വിവാഹ വേഷത്തിൽ നിൽക്കുന്ന നിവിനെയും കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് വരികയാണ് വിശാലും സത്യപാലനും. സത്യപാലൻ നിവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തുകയാണ്. ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. വളരെ വിഷമത്തോടുകൂടി നിവിൻ ഓർക്കുന്നു കാവേരിയുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് സ്കൂട്ടറിൽ കാവേരി വീട്ടിലേക്ക് വരുമ്പോൾ ശാരദ പറയുകയാണ്, വണ്ടി വന്നു, എല്ലാവരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുക, നീ എവിടെ പോയതാ? അപ്പൊ കാവേരി പറയുന്നു, ഞാൻ വന്നില്ലേ, വാ പോകാം. അപ്പൊ വിനീത് പറയണ, നിങ്ങൾ എല്ലാവരും പോയി വണ്ടി കയറ്, ഞാനെല്ലാം എടുത്തു വെക്കാം, സാരമില്ല വാന്ന് പറഞ്ഞ് കാവേരി ബാഗും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പിന്നാലെ പോവുകയാണ്. ശാരദ വിഷമത്തോടുകൂടി വീട് പൂട്ടുമ്പോൾ ഗംഗ ചോദിക്കുന്നു, അച്ഛൻ ഇവിടെ ഉണ്ടായിരിക്കുമോ അമ്മേ? അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പോയാൽ അന്വേഷിക്കില്ലേ? കണ്ടു തിറങ്ങിയ ശാരദ പറയുന്നു, അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും നമ്മുടെ കൂടെ വരും. തുടർന്ന് ബാഗൊക്കെ എടുത്തു വെക്കുമ്പോൾ കാവേരി വിനീതിനോട് പറയുന്നു, വിനീതേട്ടാ, നമുക്ക് തോട്ടത്തിലേക്കൊന്ന് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അതെന്തിനാണെന്ന് വിനീത് ചോദിക്കുമ്പോൾ കാവേരി പറയണ, ഇവര് പോട്ടെ, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. വിനീത് പറയണ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകല്ലേ കാവേരി, നമുക്ക് സമാധാനമായിട്ട് പോകാം. അപ്പൊ കാവേരി പറയുന്നു, ഇല്ല വിനീതേട്ടാ, നമുക്ക് കിട്ടിയ അവസാനത്തെ ചാൻസ് ആണിത്, അവിടെ പോയിട്ട് നമുക്ക് പോകാം. എല്ലാവരും വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാവേരി പറയുന്നു, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നമുക്ക് പെട്ടെന്ന് പോണം, എല്ലാവരും വണ്ടിയിലേക്ക് കയറ്. കണ്ടു തിറങ്ങിയ എല്ലാവരും വണ്ടിയിലേക്ക് കയറുമ്പോൾ യമുന കാവേരിയോട് ചോദിക്കുന്നു, കാവേരി ചേച്ചിക്ക് ഒട്ടും വിഷമമില്ലേ? നമ്മുടെ വീട് വിട്ടു പോകുന്നതിന്റെ ഒരു ഫീലിങ്സും ഇല്ലേ? ഇത് കേട്ട് കാവേരി പറയണ, എനിക്ക് വേറെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, വീട് വിട്ടു പോകുന്ന ഫീലിങ്സ് ഒക്കെ എനിക്ക് പോയി, നീ വണ്ടി കയറാൻ നോക്ക്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. കാവേരി വിഷമത്തോടുകൂടി തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് വളരെ വിഷമത്തോടുകൂടി മണ്ഡപത്തിലിരിക്കുന്ന നിവിൻ ഇടയ്ക്കിടയ്ക്ക് രാജേശ്വരിയെ നോക്കുന്നുണ്ട്. രാജേശ്വരിയും വിഷമത്തോടുകൂടി നിവിനെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച എല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് രാഗിണി വളരെ സന്തോഷത്തോടുകൂടി ഫ്രണ്ട്സിന്റെ ഒപ്പം മണ്ഡപത്തിലേക്ക് വരികയാണ്. ജയപാലനും പ്രവീണയും രാഗിണിയുടെ കൈയും പിടിച്ച് നിവിന്റെ അരികിലേക്ക് വരികയാണ്. എല്ലാവരെയും നോക്കി കൈകൂപ്പി നിവിന്റെ അരികിലേക്ക് ഇരുന്ന് പുഞ്ചിരിച്ച് നിവിനെ നോക്കുകയാണ് രാഗിണി. നിവിൻ രാഗിണിയെ ശ്രദ്ധിക്കുന്നതേയില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വിഷമത്തോടുകൂടി രാഗിണിയെ നോക്കുകയാണ് നിവിൻ. രാഗിണി നിവിനെ ശ്രദ്ധിക്കുന്നു. ദേഷ്യത്തോടുകൂടി നിവിൻ മുഖം തിരിക്കുകയാണ്. ഈ സമയം കാറിൽ മണ്ഡപത്തിലേക്ക് വരികയാണ് കാവേരിയും വിനീതും ഗംഗയും ശാരദയും രാധമ്മയും യമുനയും നിളയുമെല്ലാം. അവിടെ വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാവരും നിവിനെയും
രാഗിണിയെയും ശ്രദ്ധിക്കുന്നു. തിരുമേനി നിവിന്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുമ്പോൾ അത് വാങ്ങി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിവിൻ. കാവേരി യമുനയും നിവിനെയും രാഗിണിയെയും നോക്കി നിൽക്കുന്നു. നിവിൻ രാഗിണിയുടെ കഴുത്തിൽ താലി കിട്ടുമോ എന്ന് ഭയന്ന് നിൽക്കുകയാണ് യമുന. ഗംഗ ചോദിക്കുന്നു, എന്തിനാ കാവേരി നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാന്ന് കാവേരി പറയുമ്പോൾ വിനീത് ചോദിക്കുന്നു, ഇത് വേണോ കാവേരി? വിനീതേട്ടൻ എന്റെ കൂടെ വാന്ന് കാവേരി പറയുമ്പോൾ ശാരദ ചോദിക്കണ, എന്തിനാടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ഇവിടെ കല്യാണം നടക്കുകയാ. ഇത് കേട്ട് കാവേരി പറയുന്നു, അമ്മേ ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ. അച്ഛനെ അന്യായമായി ചതിച്ചവരെ വെറുതെ വിട്ട് നമുക്ക് ഈ പുഷ്പവാടി വിട്ട് പോകാൻ പറ്റില്ലമ്മേ. ശാരദ ചോദിക്കുന്നു, അതിന് ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ശാരദ പറയണ, വേണ്ട കാവേരി, പറയുന്നത് കേക്ക്. കാവേരി വേണ്ടെന്ന് രാധമ്മ ഉറക്കെ പറയുമ്പോൾ കാവേരി പറയണ, അച്ഛമ്മ നിളയുടെ ഒപ്പം വണ്ടിയിലിരിക്കെ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് രാധമ്മ ചോദിക്കുമ്പോൾ കാവേരി പറയണ, അച്ഛമ്മ വണ്ടി കയറിയിരിക്കെ, ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരാം. അങ്ങനെ കാവേരി മുന്നോട്ട് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തുടങ്ങിയ ഗംഗ ചോദിക്കുന്നു, എടി പറയുന്നത് കേക്ക്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നതെന്ന് പറയാതെ കൂടെ വാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ കാവേരി പറയണ, ഗംഗേച്ചി വാ എന്റെ കൂടെ. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയണ, അച്ഛന്റെ പണം വാങ്ങിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പൊ ശാരദ പറയണ, ഇത് തന്നെ ഇവിടെ ജോലി. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ അപമാനിക്കും. വാ ഇനി നാണം കെടാൻ വയ്യ, നമുക്ക് പോകാം. ഇത് കേട്ട് കാവേരി പറയണ, അമ്മേ ഈ ഒറ്റ തവണ എന്നെ വിശ്വസിക്ക്. അപ്പൊ ശാരദ പറയണ, അത് പറ്റില്ല, മടി പോകാം. അപ്പൊ കാവേരി പറയണ, ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ അച്ഛനെ ചതിച്ചവരെ വെറുതെ വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പൊ വിനീത് പറയണ, കാവേരി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ അമ്മായി, വാ ഗംഗെ നമുക്ക് പോകാം, വാ അമ്മ എന്ന് പറഞ്ഞ് കാവേരി ശാരദയുടെയും ഗംഗയുടെയും കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറി വരികയാണ്. പിന്നാലെ വിനീതും യമുനയും വരുന്നു. താലിയും പിടിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിവിൻ. രാഗിണി നിവിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ജയപാലനും പ്രവീണയും വിശാലും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. രാജേശ്വരിയും സത്യപാലനും നിവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിവിനെ താലി കെട്ടുന്ന അവർ പറയുമ്പോൾ വിഷമത്തോടുകൂടി രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുകയാണ് നിവിൻ. ഈ സമയം അവിടേക്ക് വന്ന കാവേരി ഉറക്കെ ജയപാല എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി കാവേരിയെ നോക്കുമ്പോൾ രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാതെ ആകാംക്ഷയോടുകൂടി കാവേരിയെ നോക്കുകയാണ് നിവിൻ. ശാരദയും ഗംഗയും വിനീതിനെയും യമുനയും കൂട്ടി മുന്നോട്ടേക്ക് നടന്നു വരികയാണ് കാവേരി. എല്ലാവരും എഴുന്നേറ്റ് അവരെ ശ്രദ്ധിക്കുകയാണ്. നിവിൻ സമാധാനത്തോടുകൂടി ഇരിക്കുമ്പോൾ ഭയത്തോടുകൂടി ഇരിക്കുകയാണ് രാഗിണി. കാവേരിയുടെ അരികിലേക്ക് വന്ന് ജയപാലൻ ചോദിക്കുന്നു, എന്താടി കല്യാണം മുടക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? അപ്പൊ കാവേരി പറയുകയാണ്, എന്നെ കണ്ട ഉടനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മേടയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. മേടയിൽ നിന്ന് ഈ കല്യാണം നടത്തേണ്ടതല്ലേ? ജയപാലൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പറ. അപ്പൊ പ്രവീണ ചോദിക്കണ, ജയപാലേട്ടാ താലി കെട്ടേണ്ട സമയമാണിത്, എന്തിനാ വെറുതെ അവളോട് സംസാരിക്കാൻ പോകുന്നത്? താലി കെട്ടിയതിന് ശേഷം എന്താണെങ്കിലും സംസാരിക്കാം. ജയപാലേട്ടൻ ഇങ്ങോട്ട് വാ. ജയപാലേട്ടാ വിശാലെ വരാനല്ലേ പറഞ്ഞത്? പുച്ഛത്തോടുകൂടി കാവേരി ഒന്ന് നോക്കിയിട്ട് ജയപാലൻ പ്രവീണയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ മിസ്റ്റർ ജയപാലൻ എന്ന് ഉറക്കെ വിളിക്കുകയാണ് SI. ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് അവരെ നോക്കുകയാണ്. പോലീസുകാരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജയപാലനും പ്രവീണയും രാഗിണിയും എല്ലാം. സത്യപാലനും രാജേശ്വരിയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിവിനും രാഗിണിയും അവിടെ വന്ന് എഴുന്നേൽക്കുകയാണ്. അരികിലേക്ക് വന്ന SI പറയുന്നു, മിസ്റ്റർ ജയപാലൻ യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് കേട്ട് ജയപാലനും മറ്റെല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ കാവേരി പുച്ഛത്തോടുകൂടി ജയപാലനെ നോക്കുകയാണ്. ജയപാലൻ ചോദിക്കുന്നു, എന്താ ഇൻസ്പെക്ടർ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? അതിന് കഴിയുമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ SI പറയുകയാണ്, വാറന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളായിട്ട് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. സത്യപാലൻ ചോദിക്കുന്നു, കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? കല്യാണം നടക്കുന്ന സമയത്ത് വന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പൊ SI പറയുകയാണ്, സർ നമ്മുടെ കാവേരി തന്ന കംപ്ലൈന്റാ. പുച്ഛത്തോടുകൂടി ജയപാലൻ ചോദിക്കുന്നു, ഇവള് വെറുതെ കംപ്ലൈന്റ് തരുന്നതല്ലേ മേഡം? എനിക്കെതിരെ തെളിവുകളൊന്നും കാണില്ല. ഇവളെ വിശ്വസിച്ച വാറന്റുമായിട്ട് വന്നതാണോ? പലതവണ ഇവൾ എന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ, ഒന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ SI പറയുകയാണ്, അറസ്റ്റ് വാറന്റുമായിട്ടാ വന്നിരിക്കുന്നതെന്നാ പറഞ്ഞത്, ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കണ്ട. അപ്പൊ പ്രവീണ പറയണ, എന്റെ മകളുടെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ വന്ന് ഇവിടെ പറയരുത്. അപ്പൊ ജയപാലൻ പറയുകയാണ്, പ്രവീണെ ഞാൻ സംസാരിക്കാം. ശരി, എന്റെ പേരിൽ എന്ത് കംപ്ലൈന്റ് ആണുള്ളത്? SI പറയുകയാണ്, ഇവരുടെ അച്ഛൻ അരവിന്ദന്റെ സ്വത്ത് നിങ്ങൾ ചതിച്ച് എഴുതി വാങ്ങിയെന്നാണ് കംപ്ലൈന്റ്. ഇത് കേട്ട് ജയപാലൻ ചോദിക്കുകയാണ്, ഇതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ടെങ്കിൽ കൊണ്ടുവാ. ജയപാലൻ ചോദിക്കുന്നു, കാവേരി തെളിവുണ്ടോ? അപ്പൊ കാവേരി പറയുകയാണ്, തെളിവുണ്ട്. അങ്ങനെ കാവേരി തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് മാനേജറും ശിവരാമനും അവിടേക്ക് വരികയാണ്. അവരെ കണ്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ജയപാലൻ. രാഗിണിയും വിശാലും പ്രവീണയും എല്ലാം ടെൻഷനോടുകൂടി അവരെ നോക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് നിവിനും ഗംഗയും വിനീതും ശാരദയും എല്ലാം. ശിവരാമനും ബാങ്ക് മാനേജറും SIയുടെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, മേഡം ഇവൻ എന്റെ തോട്ടക്കാരനാണ്, ഇവനാണോ തെളിവ്? ഇവൻ എന്റെ മകളുടെ കല്യാണത്തിന് വന്നതാ. അപ്പൊ കാവേരി പറയുകയാണ്, പേടിക്കാത്ത ജയപാല, ശിവരാമേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ജയപാലൻ ശിവരാമനെ നോക്കുമ്പോൾ ശിവരാമൻ കുനിഞ്ഞു നിൽക്കുകയാണ്. ബാങ്ക് മാനേജറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാവേരി ചോദിക്കുന്നു, ഇദ്ദേഹം ആരാണെന്ന് അറിയാലോ? എന്റെ അച്ഛന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. എത്ര പണം അക്കൗണ്ടിലേക്ക് വന്നു, എത്ര പണം അക്കൗണ്ടിൽ നിന്നും പോയി, നിങ്ങൾ ആ പണം എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു
ചെയ്തു. ഇതെല്ലാം മാഡത്തോട് പറഞ്ഞു മാനേജർ. റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുമുണ്ട്. പെട്ട് ജയബാല, ഇത്തവണ നീ രക്ഷപ്പെടില്ല. എല്ലാ ചതിയും ചെയ്തിട്ട് കല്യാണം നടത്താമെന്ന് വിചാരിച്ചോ? പുഞ്ചിരിച്ച് വിനീത് പറയുന്നു. സൂപ്പർ കാവേരി. അപ്പൊ ജയബാലൻ ചോദിക്കണ്ട, ശിവരാമ നീ എന്റെ ആളാണ്, കല്യാണത്തിന് നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. പുച്ഛത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ശിവരാമൻ ചോദിക്കുന്നു. ആര്? നിങ്ങളോ? സാർ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലായിരുന്നു. രാവിലെ എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് വരണമെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എന്നിട്ട് എന്നെ അന്വേഷിച്ചു വന്നു. ഇത് കേട്ട് എന്നെ ചതിച്ചു എന്ന് ചോദിച്ച് ജയബാലൻ ശിവരാമന്റെ കർണമുഖം ചടിക്കുകയാണ്. ജയബാല ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് SI ജയബാലനെ പിടിച്ചു മാറ്റുന്നു. തുടർന്ന് ജയബാലൻ പറയുകയാണ്, എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്ക്, എന്റെ മകളുടെ കല്യാണം കഴിയട്ടെ, എന്താണെങ്കിലും മാപ്പ സംസാരിക്കും, എല്ലാവരും ഇപ്പം ഇവിടുന്ന് പോകാൻ നോക്കിയേ. അപ്പൊ കാവേരി പറയണം, പറ്റില്ല, ഞങ്ങൾ ഈ പുഷ്പവാടിയിൽ നിന്ന് പോകുവാണ്, ഞങ്ങൾക്ക് സമയമില്ല, നിന്റെ സൗകര്യത്തിന് പറ്റില്ല എന്ന് ജയബാലൻ പറയുമ്പോൾ SI പറയണം, ഹലോ, നിങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റില്ല, ഏതോ ഒരുത്തൻ എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് വരണമെന്ന് ജയബാലൻ ചോദിക്കുമ്പോൾ കാവേരി പറയണം, എന്തോ എഴുതി വെച്ചെന്നോ? ശിവരാമേട്ടാ എന്താ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞേ, എല്ലാവരും കേൾക്കട്ടെ. അപ്പൊ ശിവരാമൻ പറയണം, മാഡം, അരവിന്ദൻ സാറാണ് ഈ തോട്ടം വാങ്ങാൻ തീരുമാനിച്ചത്. അരവിന്ദൻ സാറ് എല്ലാ മാസവും പണം അക്കൗണ്ടിലേക്ക് ഇടാറുണ്ട്. ഈ ജയബാലൻ സാറ് ചതിക്കുകയായിരുന്നു. ആ ചതി സഹിക്കാനാകാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ജയബാലൻ. കാവേരി വളരെ ദേഷ്യത്തോടുകൂടി ജയബാലനെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്